ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ 1ാമത്തെ ചാപ്റ്റർ കേട്ടോ. നോക്കിക്കേ, 1ാമത്തെ ചാപ്റ്റർ ഹിന്ദി എന്ന് പറയുമ്പോൾ ആരും എഴുന്നേറ്റ് ഓടല്ലേ കുഞ്ഞുങ്ങളെ. ഇതിനകത്തിൽ എളുപ്പ വഴിയിൽ എന്ന് വെച്ചാൽ ഈ ഒന്നും അറിയാൻ വയ്യാത്തവർ എൻ്റെ ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു 2 മാർക്കെങ്കിലും എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ അത്രയാട്ടെ കേട്ടോ. ഹിന്ദി എന്ന് പറയുമ്പോൾ എനിക്കറിയാം പകുതി എണ്ണവും ഹിന്ദിയോ എന്നും പറഞ്ഞ് ഓടുന്ന പറയുന്നത്. ബാക്കി ഏത് വിഷയവും സഹിക്കാം, പക്ഷേ ഹിന്ദി ഞങ്ങളെ കൊണ്ട് വയ്യാന്ന് കേട്ടോ. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട, നിങ്ങളെ ഞാൻ നോക്കട്ടെ നേരെയാക്കാൻ പറ്റുമോ കേട്ടോ. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഒക്കാവുന്നതിൻ്റെ ഏറ്റവും ചെറിയ സെൻറ്റൻസ് നോക്കിയോ നിങ്ങളെ ഞാൻ തന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇതൊക്കും എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളൊന്ന് കേട്ട് നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്കിത് മനസ്സിലാവും. നോക്കിക്കേ, 1ാമത്തെ ചാപ്റ്റർ പ്യാർ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്തുവാ, സ്നേഹം. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത് അല്ലയോ, കേൾക്കുന്നുണ്ടോ? നോക്കാം. പ്യാർ മീൻസ് സ്നേഹം എന്നാണ് കേട്ടോ. മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് സംഭവം പിടികിട്ടും. ഇവിടെ ഈ പാഠം എഴുതിയത് എന്താ പുള്ളിക്കാരൻ്റെ പേര്, ശോഭനാഥ് യാദവ് എന്നാണ്. എന്താണ്? ശോഭനാഥ് യാദവ്. നമ്മൾ ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും ഹിന്ദി ആയാലും ഏതൊരു വിഷയം പഠിക്കുമ്പോഴും അതാദ്യമേ ആ പാഠം എഴുതിയത് ആരാണെന്ന് ആദ്യം നമുക്ക് പഠിക്കാം. ഏതൊരു പാഠം നമ്മൾ പഠിച്ചാലും ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചില്ലെങ്കിലും അത് എഴുതിയത് ആരാണെന്ന് ആദ്യം നമുക്കറിയണം കേട്ടോ കുഞ്ഞുങ്ങളെ. അപ്പം ഈ പാഠം എഴുതിയത് ആരാണ്? പേര് മറന്നു പോകല്ലേ, ശോഭനാഥ് യാദവ്. ഓക്കെ ആണോ? അത് ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പാഠം ഇദ്ദേഹം എന്തായി പറയുന്നത് നോക്കിക്കേ. ലോകത്തെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു നൂലാണ് സ്നേഹം എന്നാണെന്ന് പറയുന്നു. നമ്മൾ പ്യാർ എന്നൊക്കെ പറയുന്നെങ്കിലും എന്താണ് ഈ പ്യാർ? ലോകത്തെ പരസ്പരം ബന്ധിപ്പിക്കുന്ന നൂലാണ് സ്നേഹം അല്ലേ. അച്ഛൻ അമ്മയോട് സ്നേഹം, അമ്മയ്ക്ക് അച്ഛനോട് സ്നേഹം, അമ്മയ്ക്ക് മക്കളോട് സ്നേഹം ഇല്ലേ, അച്ഛന് മക്കളോട് സ്നേഹം ഇല്ലേ. നിങ്ങൾക്ക് ആരോടോ സ്നേഹം? ആരോടെങ്കിലും ഉണ്ടോ? അച്ഛനോടും അമ്മയോടും സ്നേഹമില്ലയോ? ഉണ്ട്. ലോകത്തെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു നൂലാണ് നമ്മുടെ സ്നേഹം. പക്ഷെ സ്നേഹം മനുഷ്യരിൽ മാത്രമല്ല, ആണോ, സർവ്വചരാചരങ്ങളിലുമുണ്ട്. അതിലേക്കുള്ള ഒരു വാതായനമാണ് നമ്മുടെ ഈ പാഠം. ഏത്? പ്യാർ എന്ന് പറയുന്ന പാഠം. കുഞ്ഞുങ്ങളെ, അതിനകത്തുള്ളൊരു മരമാണ് നിൽക്കുന്നത്. നിങ്ങൾ ടെസ്റ്റ് ഉണ്ടെങ്കിൽ എടുത്തൊന്ന് വെക്കണേ. ടെസ്റ്റിനകത്തിൽ നല്ല ഒരു മരം നിൽപ്പുണ്ട്. ആ മരത്തിന് ചുറ്റും കുറേ മാവ അല്ലേ. ആ മാവിൻ്റെ മൂട്ടിൽ കുറേ മാങ്ങ കിടപ്പുണ്ട്. 1-2 പേര് അവിടെ ഇരുന്ന് നുള്ളി പറക്കുന്നുണ്ട് ഇല്ലേ. നമ്മളോട് ചെന്ന് പറക്കിയില്ലേ, പഴുത്ത മാങ്ങയല്ലേ. പഴുത്ത മാങ്ങ എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം അതിൻ്റെ സൈഡിൽ ഒരു കൊച്ചി നിന്ന് ഈ മാവയിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് ഈ പാഠം. ഇപ്പം പിടികിട്ടിയോ? ഇനി ഈ പാഠത്തിനകത്തിൽ ഇദ്ദേഹം നമ്മുടെ എഴുത്തുകാരൻ എന്താ പറഞ്ഞു നോക്കിയേ. പൂക്കളും പഴങ്ങളും കൊണ്ട് നിറഞ്ഞ വൃക്ഷത്തിൻ്റെ ചിത്രമാണ്. ഇതിൽ മരം സ്വയം ആശ്രയിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ആശ്രയമാകുന്നു ഇല്ലേ. മരം നിറച്ച് പൂക്കളും കായ്കളും ഉണ്ടെങ്കിലും അത് മരം മാത്രമാണോ അനുഭവിക്കുന്നത്? നമ്മൾ ആരൊക്കെ അതിൻ്റെ ചെവിട്ടിലുണ്ടോ അവരെല്ലാം അത് പറക്കുന്നുണ്ട് അല്ലേ. പിന്നെയോ പക്ഷികൾക്കും മൃഗങ്ങളും ഉണ്ടല്ലേ. കുരങ്ങനൊക്കെ അതിൻ്റെ മണ്ട ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്കെല്ലാം കുഞ്ഞുങ്ങളെ അതൊരു ആഹാരമാണ് അല്ലേ. അപ്പോൾ ഇതിൽ മരം സ്വയം ആശ്രയിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ആശ്രയമാകുന്നു. പഴങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ മരം തൻ്റെ പഴങ്ങൾ മറ്റുള്ളവർക്കും നൽകുന്നു. കുരങ്ങന്, പക്ഷി പോലെയുള്ള ജീവികള് ഇതിൻ്റെ പഴങ്ങള് കഴിക്കുന്നു എന്നാണ്. അതുപോലെ മനുഷ്യനും തൻ്റെ ഭക്ഷണത്തിന് വേണ്ടി പഴങ്ങൾ ശേഖരിക്കുന്നു എന്നാണ് ഫസ്റ്റിലെ യൂണിറ്റിൽ പറയുന്നത്. പ്യാർ എന്നാണ് പാഠത്തിൻ്റെ പേര്. അതിനകത്തുള്ളൊരു നല്ല മരം നമ്മുടെ മാവ് മരം നിൽപ്പുണ്ട്. ആ പിക്ചർ നിങ്ങൾക്ക് കണ്ട ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ ഇതിനകത്തിൽ ഇത്രയും പറഞ്ഞതിൽ ഒന്ന് ഓർത്താൽ മതി. നമ്മൾ ഈ മരങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം. ഒരു മരം ഉണ്ടല്ലോ, ആ മരം ഇതുകൊണ്ടുള്ള പ്രയോജനം അല്ലെ. ആ മരം തന്നെ നോക്കി അതുകൊണ്ട് എന്തൊക്കെ പ്രയോജനം. അതിലെ ഒരു 4 സെൻറ്റൻസ് ഞാനിപ്പോൾ തരാം. ആ 4 സെൻറ്റൻസ് പഠിക്കണം. ഓക്കെ ആണോ നിങ്ങൾ? ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനോട് തൊട്ട് നോക്കിയേ, പേജ് ഒന്ന് മറിച്ച് നോക്കിയേ. അതിൻ്റെ കൂടെ തന്നെ ഒരു പാഠമാണ് ഖുദ് സേ പ്യാർ. വായിക്കാൻ അറിയണേ കുഞ്ഞുങ്ങളെ. ഖുദ് സേ പ്യാർ എന്ന് വെച്ചാൽ നമ്മുടെ ആത്മസ്നേഹം എന്നാണ് അർത്ഥം. എന്താണ്? ആത്മസ്നേഹം. ഇതും ആരാ എഴുതി? ശോഭനാഥ് യാദവിൻ്റെയാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് മീനിങ് ഉണ്ട്. ഞാനിപ്പോൾ അതും തരാം. നിങ്ങൾ ഇട്ടിട്ട് ഓടല്ലേ. ഞാൻ കുറച്ച് നോട്ടേ ഉള്ളൂ, അത് നിങ്ങൾക്ക് തരാം. ആ നോട്ട് തരുന്നതിന് മുമ്പേ ഇതെന്താ സംഭവം എന്ന് നമുക്കറിയണം ഇല്ലേ. ഈ പാഠത്തിൽ എന്താ പറയുന്നതെന്ന് ആദ്യമേ അറിയണം, എന്നിട്ട് നമുക്ക് നോട്ട് നോക്കാം. നോക്കിക്കേ, ഖുദ് സേ പ്യാറിനകത്തിൽ എന്തോ നിങ്ങളെ ഈ കവിതയുടെ അഭിപ്രായത്തിൽ ഈ ലോകത്തിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ
പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ കവിതയിൽ പറയുന്നത്? ആ കവിതയുണ്ട് കുഞ്ഞുങ്ങളെ, നമുക്ക് അത്രയും വായിച്ചിരിക്കാൻ നേരമില്ല, നിങ്ങളുടെ മുന്നിൽ കാണുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അത് നമ്മുടെ ഈ കവിയുടെ അഭിപ്രായത്തിൽ ലോകത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പരസ്പരം സ്നേഹത്തോടെയുള്ള കൊടുക്കൽ വാങ്ങലുകളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെയോ ഇദ്ദേഹം ഇപ്രകാരം സമർത്ഥിക്കുന്നുണ്ട്. സൂര്യൻ തൻ്റെ ഊർജത്തെ സ്വയം സ്നേഹിക്കുന്നുണ്ട്. സൂര്യൻ എന്ത് തരുന്നുണ്ട്? സൂര്യൻ ഊർജം തരുന്നുണ്ട് അല്ലേ? ആ ഊർജത്തെ സ്വയം സ്നേഹിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഊർജം ഈ ലോകത്തിനും കൂടി നൽകുന്നതിൽ വിജയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഉണ്ടല്ലോ, സൂര്യൻ ഇല്ലെങ്കിൽ വല്ലതും ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഇല്ല. വൃക്ഷങ്ങളുടെ അവസ്ഥയും മറ്റൊന്നുമല്ല. അവ തങ്ങളുടെ പൂക്കളെ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ അവ ലോകത്തിന് നൽകുന്നതിലും ഏറെ ശ്രദ്ധ നൽകുന്നുണ്ട് അല്ലേ? പൂക്കളും അതുപോലെ അല്ലേ? ഇനി മേഘങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലേ? ഏറെ സ്നേഹിക്കുന്ന ജലത്തെ ഈ ലോകത്തിനായിട്ട് നൽകുന്നതിൽ യാതൊരു തടസ്സവുമില്ല. മഴയില്ലെങ്കിൽ വല്ലതും നടക്കുമോ? ഇല്ല. അപ്പം മഴ തരുന്നത് ആരാണ്? മേഘം. ഇനി നമ്മുടെ പ്രപഞ്ചവും നമ്മളോട് ഇത് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ കവിതയ്ക്കകത്തിലെ മലയാളമാണ് കുഞ്ഞുങ്ങളെ ഞാൻ പറയുന്നത്. ഹിന്ദി നിങ്ങളുടെ മുന്നിൽ ഇരിപ്പുണ്ട്, അതിൻ്റെ മലയാളമാണ്. ഹിന്ദി കവിത മൊത്തവും വായിച്ചിരിക്കാൻ നേരമില്ല, കാരണം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ പറയണമുണ്ട്. അപ്പം നമ്മുടെ പ്രപഞ്ചവും നമ്മളോട് ഇത് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താ? നമ്മളിലെ നല്ലതിനെ മറ്റുള്ളവർക്ക് നൽകണം, കാരണം അതിൻ്റെ പ്രഭയിൽ ഈ ലോകം തന്നെ തിളക്കമുള്ളതായി തീരും. കവിതയുടെ ഒടുവിൽ തൻ്റെ സ്നേഹത്തെ ഈ ലോകത്തിന് വീതിച്ചു നൽകുവാൻ നമ്മുടെ കവി തീരുമാനിക്കുന്നു എന്നാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. ഇത്രയും മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ഇനി നമുക്കതിൻ്റെ ചെറിയ നോട്ട്, എഴുന്നേറ്റ് പോകല്ലേ, ഇതിൻ്റെ ചെറിയ നോട്ടുണ്ട്, ഞാൻ ആ നോട്ട് കാണിച്ച് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കുഞ്ഞുങ്ങളെ. അതുപോലെ തന്നെ ഹിന്ദി ഒട്ടും അറിയാൻ വയ്യാത്ത നിങ്ങളുടെ കൂടെ പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. അവരോട് കാണട്ടെ, അവരോട് ഹിന്ദി പഠിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ പഠിച്ച് രക്ഷപ്പെടട്ടെ പിള്ളേർ കേട്ടോ. നിങ്ങൾ ഷെയർ ചെയ്യണം, അവരോട് പറയണം ഇതുപോലൊരു ക്ലാസ് ഉണ്ട്, എളുപ്പം രീതി കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന പോലല്ലേ. ഇപ്പം നിങ്ങൾ 7ാം ക്ലാസ് ആയെന്ന് ഓർത്തോണം. നിങ്ങളെ കുഞ്ഞുങ്ങളെ പറയുന്ന രീതിയിലല്ലേ ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളത് മനസ്സിലാക്കിയിട്ട് അറിയാൻ വയ്യാത്ത കുട്ടികൾക്ക്, അറിയാവുന്നവർക്ക് പറയണ്ട, അറിയാൻ വയ്യാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യുക കുഞ്ഞുങ്ങളെ, ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണം, പറയുകയും ചെയ്യണം കേട്ടോ. നോക്കട്ടെ എത്ര പേര് പറയുമെന്നേ. പറയുക മാത്രമല്ല, നിങ്ങൾ ഇത് എഴുതി പഠിക്കണം. ഈ ഞാൻ തരുന്ന നോട്ട് ഒരു ബുക്കിലോട്ടോ, ഹിന്ദി ബുക്കിൻ്റെ ഇപ്പുറത്തെ സൈഡില്ലേ, ഹിന്ദി സ്കൂളിലെ ബുക്കില്ലേ, അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾ ഇത് എഴുതി വെച്ച് പഠിച്ചാലും മതി. എങ്ങനായാലും വേണ്ടിയില്ല, നമ്മൾ ആൻസർ പഠിച്ചിരിക്കണമെന്നുള്ളതാണ്. ഇപ്പം മരത്തെക്കുറിച്ചൊരു 4 വരി എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? നിങ്ങൾ സത്യസന്ധമായിട്ട് പറയാം, നിങ്ങൾക്കറിയാമോ? ഇല്ല. ഒരു വരി കഷ്ടിച്ചല്ലോ, 1 2 അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് എഴുതണം. പിന്നെ ഇതിനകത്തൊരു 3 കൊച്ചു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, അതിപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ അതുകൂടെ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറ. അപ്പം ഞാൻ അടുത്ത ചാപ്റ്റർ ഇടാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ വേറെ വിഷയം നോക്കിക്കോളാം, ഞാൻ മാത്സ് ഒക്കെ എടുക്കാം. അപ്പോൾ ഇത് മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറ. ഓക്കെ, ഞാനപ്പം നോട്ട് കണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ കുഞ്ഞുങ്ങളെ, പ്യാറിൻ്റെ ആണ് നമ്മൾ പറഞ്ഞു മരത്തെക്കുറിച്ച് അല്ലേ? മരത്തെക്കുറിച്ച് ഒരു 5 വരി. ഒന്നാമത്തത് പ്യാർ എന്നാണ് പാഠത്തിൻ്റെ പേര്. അതിൻ്റെ ഒരു 5 വരി എഴുതാൻ ഞാൻ പറഞ്ഞു തരാം, നോക്കിക്കേ. പ്യാർ എന്ന് വെച്ചാൽ പേടിനെ കുറിച്ചാണ്. അതിന് മുമ്പേ ഞാൻ മീനിങ് പറയാം, പക്ഷേ ഇതങ്ങ് നോക്കിക്കോ. പേട് ഏക്ക് വരദാൻ ഹേ. ഈ ഹിന്ദിയിൽ നിങ്ങൾ ചെയ്താൽ മതി. ഹിന്ദി നിങ്ങൾക്ക് വായിക്കാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ ഈ പറയുന്നത് മലയാളത്തിൽ അങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. നിങ്ങളുടേതായ രീതിയിൽ മലയാളത്തിൽ എഴുതി വെച്ചിട്ട്, പക്ഷേ ഈ ഹിന്ദി എഴുതാൻ പഠിക്കണം. എന്നിട്ട് ഉച്ചരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ? മലയാളത്തിൽ എഴുതി വെച്ച് പഠിച്ചു. അതൊന്നും സാരമില്ല. നമ്മുടെ ബുക്കിലല്ലേ നമ്മൾ എഴുതുന്നത്. അറിയാൻ വയ്യാത്ത വാക്ക് മലയാളത്തിൽ എഴുതി പഠിക്കുന്നതിലൊന്നും തെറ്റില്ല, കാരണം നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പഠിക്കുമല്ലേ ഹിന്ദി, അതുകൊണ്ടാണ് കേട്ടോ കുഞ്ഞുങ്ങളെ. പേട് ഏക്ക് വരദാൻ ഹേ. പേടെന്ന് വെച്ചാൽ മരമാണ്. പേട് മരം. ഏക്ക് വരദാൻ വെച്ചാൽ ഒരു വരദാനമാണ് അല്ലേ? മരങ്ങളാണ് നമ്മൾ തന്നെ ജീവിക്കുന്നത് മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ വേണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ പേടേക്ക് വരദാൻ ഹേ. ഇനിയോ എഴുതി വെച്ചോണ്ടോ കുഞ്ഞുങ്ങളെ? ഞാൻ സ്പീഡിൽ പറയുമ്പോൾ നിങ്ങൾ ആ വാക്കുകൾ കേട്ടിട്ട് അറിയാൻ വയ്യാത്തത് പോസ് ചെയ്തിട്ടിട്ട് അത് എഴുതിയെടുക്കണം കേട്ടോ. ഞാൻ അറിയാവുന്നതുകൊണ്ട് ഞാനത് സ്പീഡിൽ വായിച്ചു. നിങ്ങൾക്ക് ഏത് വാക്കാണോ അറിയാൻ വയ്യാത്തത് അത് നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. ഒന്നെന്താ നിങ്ങളെ? പേട് ഏക്ക് വരദാൻ ഹേ. മരം ഒരു വരദാനമാണ്. യഹ് പക്ഷിയോം കാ ഘർ ഹേ. ഇത് പക്ഷികളുടെ ഘർ വീടാണ്. പക്ഷികളുടെ വീടാണ്. രണ്ടാമത്തെ ഒക്കെയാണോ?
പേടേക്ക് വരദാൻ ഹേ യഹ പക്ഷിയോം കാ ഘർ ഹേ. 2 സെന്റൻസ് ഓക്കെ ആണോ? അറിയാൻ വയ്യാത്ത എഴുതിയിട്ടോണേ. മൂന്നാമത്തത് പേട് ഹമേം ഫൽ ഓർ ഫൂൽ ദേത്താ ഹേ. പേട് അതായത് മരങ്ങൾ, ഹമേം എന്ന് വെച്ചാൽ നമുക്ക്, ഫല്ലെന്ന് വെച്ചാൽ പഴം, പല്ലല്ലേ കേട്ടോ, ഫല്ലാണേ, പായിഫ ഫൽ, ഫൽ എന്ന് വെച്ചാൽ പഴങ്ങളും, ഓർ ഫൂൽ, ഫൂൽ എന്ന് വെച്ചാൽ അറിയാലേ പൂക്കളും തരുന്നു. പിന്നോ ഗർമി മേം ഛായാ ഫീ ദേത്താ ഹേ. ചൂട് സമയത്ത് നമുക്ക് എന്താ ചായ തരുന്നു എന്ന് വെച്ചാൽ എന്താ, ചൂടോടിരിക്കുമ്പോൾ ഓരോ ചായ തരുന്നു എന്നല്ല എന്നാ പറയുന്നത്. പിന്നോ ചൂട് സമയത്ത് നമുക്ക് തണൽ തരുന്നു എന്നാണ് പറയുന്നത്. 4 വരി നോക്കൂ കുഞ്ഞുങ്ങളെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങളാണ്ട് ഇവിടെ കൊണ്ടിട്ട് പൂസ് ചെയ്തിട്ടിട്ട് ഈ വരി നമ്മുടെ ട്യൂഷൻ ബുക്കിലോട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ബുക്കിലോ ഒരു റഫ് പേപ്പർ എടുത്തോ, നിങ്ങൾ എഴുതി തന്നെ ഈ 4 വരിക്ക് 4 മാർക്ക് നിങ്ങളുടെ ടീച്ചർ തരും, ഉറപ്പാ. ചോദിച്ചാൽ പേടിനെ കുറിച്ച് ചോദിച്ചാൽ ഈ 4 വരി എഴുതാമെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് തരും. നിങ്ങളത് മേടിക്കുമോ? 3 മാർക്കേലും മേടിക്കുമോ? എന്താ ഇതിനകത്ത് സംശയം? പേട് ഏക്ക് വരദാൻ ഹേ. ഓക്കെ ആണോ? ഇപ്പം തന്നെ പഠിച്ചങ്ങ് പോവാം. പിന്നോ ഏഹ പക്ഷിയോം കാ ഘർ ഹേ. പേട് ഹമേം ഫൽ ഓർ ഫൂൽ ദേത്താ ഹേ. ഗർമി മേം ഛായാ ഫീ ദേത്താ ഹേ. ഇത്രയേ ഉള്ളൂ കുഞ്ഞെ ഒന്നാമത്തെ പാഠം. ഒരു പാടുമില്ല, എളുപ്പമല്ലേ? മലയാളം എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം എഴുതി വെച്ചിട്ടുണ്ട്. അർത്ഥം കേൾക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഹിന്ദി കിട്ടും അല്ലേ? ഓക്കെ ആണോ നിങ്ങളെ? ഇനി നോക്കിക്കേ, നമുക്ക് അടുത്ത പാഠത്തിനകത്തിൽ, അതായത് ഖുദ് സേ പ്യാർ എന്നുള്ള പാഠത്തിൽ ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളത് നോക്കിക്കോണേ. നോക്കി അതിൻ്റെ മീനിങ്. ഖുദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം എന്നാണ്. ഖുദ് സേ പ്യാർ എന്ന് വെച്ചാൽ ആത്മസ്നേഹം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഖുദ് മീൻസ് എന്ന് വെച്ചാൽ സ്വയം, സെൽഫ്. നിങ്ങൾക്ക് ഞാൻ ഇംഗ്ലീഷ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയാം, മലയാളം അറിയാൻ വയ്യാത്തതെന്ന് പറയും. നിങ്ങൾക്ക് ഏതാണോ ഉൾക്കൊള്ളാൻ പറ്റുന്നത് ആ രീതിയിൽ പഠിക്കുക. ഖുദ് എന്ന് വെച്ചാൽ ഹിന്ദി, എന്ത് വേണേലും പഠിക്കാം. ഹിന്ദി പഠിക്കാൻ വയ്യാന്നോ? ഖുദ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പന എന്ന് വെച്ചാൽ സ്വയം അല്ലെ സെൽഫ്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പ്യാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹ് അല്ലേ? സ്നേഹം എന്ന് മലയാളം, ലവ് എന്ന് ഇംഗ്ലീഷ്. സൂരജ് എന്ന് വെച്ചാൽ സൂര്യൻ, സണ്ണ്. ഓക്കെ. ആഗ്, ഇനി ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ആഗ് എന്ന് വെച്ചാൽ എന്താ പറഞ്ഞാൽ ഊർജം. വായിക്കാൻ അറിയണേ. അറിയാൻ വയ്യാത്തത് മലയാളത്തിൽ എഴുതി വെച്ചോണ്ടേ കുഞ്ഞുങ്ങളെ പഠിക്കാൻ. ആഗ്, ഊർജ്, ഊർജം എഴുതുന്ന കണ്ടോ? ഊർജ്, ഊർജം. ദുനിയ, ദുനിയ എന്ന് വെച്ചാൽ വിശ്വം. വിശ്വം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ലോകം അല്ലേ? പിന്നോ പേട്, മരം, അതൊക്കെ അറിയാമല്ലേ? ട്രീ, ഇതൊക്കെ നമ്മൾ 3ലും 4ലൊക്കെ പഠിക്കുന്ന, എന്നാലും ഇപ്പം നമ്മൾ ഈ പഠിക്കുന്നതിനെ ബേസ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഫൂൽ എന്ന് വെച്ചാൽ പൂവ്, ഫ്ലവർ. ജെല്ല്, പാനി, വാട്ടർ. ബാദൽ, ക്ലൗഡ്, മേഘം. ഇത് ഇത്രയൊക്കെ ഓക്കെയാണോ കുഞ്ഞുങ്ങളെ? ഒന്നുകൂടെ വായിക്കാം. എന്താണ്? ഖുദ് എന്ന് വെച്ചാൽ അപ്പന അല്ലെ സ്വയം. പ്യാർ എന്ന് വെച്ചാൽ സ്നേഹം. സൂരജ് എന്ന് വെച്ചാൽ സണ്ണ്, സൂര്യൻ. ആഗെന്ന് വെച്ചാൽ, ഈ വാക്ക് ഓർത്തണം, ആഗെന്ന് വെച്ചാൽ ഊർജ് അല്ലെങ്കിൽ ഊർജം. ദുനിയാന്ന് വെച്ചാൽ വിശ്വം അല്ലെങ്കിൽ ലോകം. പേടെന്ന് വെച്ചാൽ മരം, ട്രീ. ഫൂലെന്ന് വെച്ചാൽ പൂവ്, ഫ്ലവർ. ജലം എന്ന് വെച്ചാൽ പാനി, വാട്ടർ, എന്താ ജലം. ബാദൽ എന്ന് വെച്ചാൽ ക്ലൗഡ്, മേഘം. കേട്ടോ? ഇത് ഇത്രയും പോസ് ചെയ്തെടുത്തിട്ട് അല്ലെ മ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണോ നിങ്ങളെ ഇതിൻ്റെ വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. മാർക്ക് എങ്ങനെ മേടിക്കാമെന്നുള്ളതാണ് കേട്ടോ. ഇത് എൻ്റെ കൂടെ നിങ്ങൾ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ഇത് ഓക്കെ ആണോ നിങ്ങളെ? നോക്കിക്കേ, നമുക്ക് അതിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കയറാം. നോക്കിക്കേ. വഹ് ദേ സഖേ ആഗ് യഹാം ആഗ് സേ ക്യാ മത്ലബ് ഹേ. ആഗ് എന്ന് നിങ്ങൾ ഇത് വാരി വലിച്ച് നിങ്ങൾക്ക് അറിയാൻ വയ്യാങ്കിൽ പഠിക്കണ്ടാവും നിങ്ങളെ. ആഗിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് കേട്ടാൽ മതി. എന്താവും നിങ്ങളെ? ആഗ്. അത്രയും ക്ലൂ ഓർത്ത് വെക്കാവോ? ആഗ്. എന്താ ഈ ആഗ്? ആഗ് എന്ന് വെച്ചാൽ ഇവിടെ അർത്ഥമാക്കുന്നത് മുമ്പ് നമ്മൾ പറഞ്ഞ എന്താ? ഊർജത്തെയാണ് ആണല്ലോ. അതെങ്ങനെ ഹിന്ദിയിൽ പറയും? ആഗ് സേ മത്ലബ്. മത്ലബ് എന്ന് വെച്ചാൽ അർത്ഥം എന്നാ കേട്ടോ. ഏഹ് ഹേ കി ഊർജ് ഹേ. ഊർജം മുമ്പ് നമ്മൾ അർത്ഥത്തിൽ പഠിച്ചില്ലേ? ആ ഒരു വരി പഠിച്ചോ കുഞ്ഞുങ്ങളെ? ആഗെന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ അർത്ഥമാക്കുന്നത് ഊർജം എന്നാണ്. നിങ്ങൾക്ക് ഈ ഹിന്ദി പഠിക്കുമ്പം അതിൻ്റെ മലയാളവും കൂടെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് അതിൻ്റെ അപ്പം എന്താ ഒരു ഇച്ചിരി എങ്കിലും കിട്ടുന്നെങ്കിൽ അത്രയാട്ടോ കുഞ്ഞുങ്ങളെ. എന്താണ്? ആഗ് സേ മത്ലബ് ഹേ കി ഊർജ് ഹേ. എന്നാൽ അപ്പനി ഊർജ് ദൂസരോ को फी देने से वे फी उम्मीद वाला बन जाते हैं. അംഗനവാടിയാന്ന് വിചാരിച്ചോ? നോക്കിയേ, ഓരോ വരിയും നോക്കിയേ നിങ്ങളെ. ആഗ് സേ മത്ലബ് ഏഹ് ഹേ കി ഊർജ്. ആഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഊർജത്തെയാണ്. അപ്പനി ഊർജ്, നമ്മുടെ സ്വന്തം ഊർജം.
ദൂസരോം കോ ഫീ ദേനെ സേ എന്ന് വെച്ചാൽ എന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്നതിലൂടെ വേ ഫീ ദേ ഫീ ഉമ്മിദ്വാല എന്ന് വെച്ചാൽ ഉന്മേഷവാന്മാരായി തീരുന്നു എന്നാണ്. മലയാളം എഴുതി വെച്ചിട്ടുണ്ട്, പേടിക്കണ്ട. ഓക്കെ ആണോ? വായിച്ചു തരണോ കുഞ്ഞുങ്ങളെ ഒന്നുകൂടെ? ആഗസേ മത്ലബ് ഏഹ് ഹേ കി ഊർജ്. അപ്പനി ഊർജ് ദൂസരോം കോ ഫീ ദേനെ സേ വേ ഫീ ഉമ്മിദ് വാല. ഈ വാക്കോർത്തനെ ഉമ്മിദ് വാല ബൻ ജാത്തെ ഹേ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ? എഴുതിയെടുക്കണേ. അടുത്ത് നോക്കിക്കേ, അതിൻ്റെ ആ ക്ലൂ ആകെന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ വെച്ച് അങ്ങ് പഠിച്ചാൽ മതി. അടുത്ത് നോക്കിക്കേ, എന്താ ഇവിടെ ദർഖത്ത് എന്നുണ്ട് കേട്ടോ. ആ വാക്ക് എന്തുവാണെന്ന് നോക്കണേ. ഈ വാക്കാണ് ഈ എഴുതിയേക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ മരത്തിൻ്റെ മറ്റൊരു വാക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഞാനും ഇപ്പോഴാദ്യമായിട്ട് കേൾക്കുമോ ഞങ്ങളെ ദർഖത്ത് എന്ന് വാക്ക് അങ്ങനെ ഉണ്ടായിരിക്കും കേട്ടോ, ഞാൻ കേൾക്കാഞ്ഞതായിരിക്കും. അപ്പോൾ ആ വാക്കിൻ്റെ മരത്തിൻ്റെ മറ്റൊരു വാക്കാണെന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഒരു വാക്ക് കേട്ടാൽ മതി. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ആകെന്ന് കേൾക്കുമ്പോൾ എഴുതേണ്ടതാണ്. രണ്ടാമത്തെ ദർഖത്ത് കേട്ടോ. ഇതിങ്ങനെ വായിക്കും, ദർഖത് അല്ലേ? ഇവിടെ നോക്കിയേ, ദർഖത് പേട് കാ ദൂസര ശബ്ദ ഹേ. മരത്തിൻ്റെ മറ്റൊരു വാക്കാണ് ദർഖത് എന്നാണ് പറയുന്നത്. വഹ് അതെന്താ? അപ്പന ഫൽ ദൂസരോം കോ ദേത്താ ഹേ. അതെന്താണ്? തൻ്റെ പൂക്കളെ മറ്റുള്ളവർക്ക് നൽകുന്നു എന്നാ പറയുന്നത്. രണ്ടാമത്തെ നോക്കൂ കുഞ്ഞുങ്ങളെ, എന്താണ്? വഹ അപ്പന ഫൽ ദൂസരോം കോ ദേത്താ ഹേ. അത് തൻ്റെ പൂക്കളെ മറ്റുള്ളവർക്ക് നൽകുന്നു. ഹരിയാലി മത്ലബ് ഹേ. മത്ലബ് എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ? അതായത് ഇവിടെ എന്താ? ഹരിയാലി, സ്വച്ഛ വായു, ഹവ, ഛായ ജൈസെ അനേക ഖുഷിയാം ദൂസരോം തക്ക് ബഹും ജാത്താ ഹേ. അതായത് പച്ചപ്പ്, ഹരിയാലി എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? പച്ചപ്പ് എന്നാണ് അല്ലേ? പച്ചപ്പ്. സ്വച്ഛവായു എന്ന് വെച്ചാൽ എന്താണ്? സ്വച്ഛവായു, നല്ല ശുദ്ധമായ കാറ്റ് അല്ലെങ്കിൽ വായു. ഹവ എന്ന് വെച്ചാലാണ് കാറ്റ്, ശുദ്ധമായ വായു തന്നെ. ഹവയാണ് കാറ്റ് കേട്ടോ. ഛായ ജൈസെ എന്ന് വെച്ചാൽ എന്താ? ഇങ്ങനെ ഒരുപാട് ഖുഷിയാം സന്തോഷങ്ങൾ ദൂസരോം തക്ക് ബഹും ജാത്ത ഹേ മറ്റുള്ളവരിൽ എത്തിക്കുന്നു എന്നാണ്. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇത് നമ്പറിട്ട് പഠിച്ചാൽ കുറച്ചുകൂടെ കൊള്ളാമെന്ന് തോന്നുന്നല്ലേ. ഒന്നാമത്തെ എന്താണ്? ദർഖത്ത് മരത്തിൻ്റെ മറ്റൊരു വാക്കാണ്. ഒന്നൊന്ന് നമ്പറിട്ടിട്ട് പഠിക്കാമല്ലോ. രണ്ടെന്താ കുഞ്ഞുങ്ങളെ? വഹ്, ഞാൻ ഈ പറയുമ്പോൾ അറിയാൻ വയ്യാത്ത വാക്ക് മലയാളം എഴുതിയിട്ടോണേ. വഹ് അപ്പന ഫൽ ദൂസരോം കോ ദേത്താ ഹേ അല്ലേ? മറ്റുള്ളവർക്കും ഇത് നൽകുന്നുണ്ട്. മത്ലബ് ഹേ ഹരിയാലി, സ്വച്ഛവായു, ഹവ, ഛായ ജൈസെ അനേക ഖുഷിയാം ദൂസരോം തക്ക് ബഹും ചാത്താ ഹേ. ഇത് അതുപോലെ എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ. അടുത്ത മൂന്നാമത്തെ നോക്കിയേ, ഖുദ് സേ പ്യാർ കർണ സേ ക്യാ അർത്ഥ നികൽത. ഇവിടെ ഖുദ് സേ പ്യാർ കർണ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പം മൂന്നാമത്തെ നിങ്ങൾ ഈ ചോദ്യം വാരി വലിച്ച് പഠിക്കേണ്ടാവും നിങ്ങളെ. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ക്ലൂ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. വാരി വലിച്ച് പഠിക്കാൻ നമുക്കറിയത്തില്ലല്ലോ അല്ലേ. ഖുദ് സേ പ്യാർ കർണ സേ ക്യാ അർത്ഥ നികൽത. ഇവിടെ ഖുദ് സേ പ്യാർ കർണ കാ അർത്ഥ ഏഹ് ഹേ. എന്താവും നിങ്ങളെ? ആത്മപ്രേമ കർണ. ആത്മപ്രേമ അല്ലേ എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത്? നമ്മൾ സ്വയം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, സ്വയം സ്നേഹിക്കുക എന്നതാണെന്നാണ് പറയുന്നത്. എന്താ? സ്വയം സ്നേഹിക്കുക എന്ന്. ഇസസേ താല്പര്യ ഹേ കി അപ്പനെ ഫലായി ഓർ ഖുഷി കെ പ്രതി ആത്മസമ്മാൻ രഖ്ന എന്ന് വെച്ചാൽ സ്വന്തം നന്മയെയും സന്തോഷങ്ങളെയും നമ്മളെപ്പോഴും ബഹുമാനിക്കണം എന്നാണ്. നമ്മൾ ആദ്യം നമ്മളെ ബഹുമാനിക്കണമെന്ന് പറയത്തില്ലേ? ഇല്ല, എന്നിട്ടാണ് ബാക്കിയുള്ളവരെ. അതായത് സ്വന്തം നന്മയും സന്തോഷങ്ങളെയും ബഹുമാനിക്കുക എന്നതാണ് ഇവിടെ പറയുന്നത്. മൂന്നെണ്ണം ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ആണല്ലോ. നോക്കിയേ, വാക്യവും ലിഖേ ഇങ്ങനൊരെണ്ണം ടെസ്റ്റിൽ കിടപ്പുണ്ട്. അതായത് നിങ്ങളിത് യോജിച്ചെഴുതാം. ഓക്കെ, സൂരജ് സൂര്യൻ, ദുനിയാക്കോ ദുനിയാവിൽ എന്താ? സൂരജ് എന്താ നമുക്ക് തരുന്നത്? പാനി, ഊർജ്, ഫൂല്. എന്താ കുഞ്ഞുങ്ങളെ? സൂര്യൻ നമുക്ക് ഊർജമാണ് തരുന്നത് ആണല്ലോ. പിന്നോ പേട് ദുനിയാക്കോ, പേട് നമുക്ക് എന്താ? പേട് മരങ്ങൾ എന്താ നമുക്ക് തരുന്നത്? ഫൂലാണ്. ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഫൂലാണ്. ഫൂൽ ദേത്താ ഹേ. എന്നാൽ ബാദലോ, ബാദൽ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ഇതുവരെ ഞാൻ പറഞ്ഞില്ല. എന്താ ബാദൽ? മേഘമാണ് കേട്ടോ. മേഘം ദുനിയാക്കോ, മേഘം നമുക്ക് എന്താ തരുന്നത്? പാനി ഹേ അല്ലേ? അത് നമുക്കറിയാം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കിത് മനസ്സിലായോ കുഞ്ഞുങ്ങളെ? നിങ്ങളിത് നോക്കിയിരിക്കരുത്, എഴുതി തന്നെ എടുത്ത് പഠിക്കണം. ഈ ഒരു ചാപ്റ്ററിനകത്ത് നിങ്ങൾ ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഇനിയും കൂടുതൽ മാർക്ക് വേണ്ടുന്നവർ മാത്രം വേറെ പഠിച്ചാൽ മതി കേട്ടോ.
മിനിമം ഇത്രയെങ്കിലും ഈ 2 പാഠത്തിൽ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണല്ലോ? നിങ്ങളുടെ കമൻറ്റ് താഴെ എഴുതിയിരിക്കണേ കുഞ്ഞുങ്ങളെ. മനസ്സിലായെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയുക. മനസ്സിലായെന്നുണ്ട്, നല്ലപോലെ മനസ്സിലായെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പറയുക. അടുത്ത ചാപ്റ്റർ വേണമെങ്കിൽ അത് പറയുക കേട്ടോ. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ, താങ്ക് യു.